ക്യാമ്പസിലെ വനത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ മലിനീകരണ തോത് കൂടുതലാണെങ്കിലും ഈ മിയവാക്കി എന്ന വനത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. പാലക്കാട്ടെ കഞ്ചിക്കോട്ടെ IIT ക്യാമ്പസിനകത്തെ കാനന ഭംഗി ആസ്വദിച്ചു വരാം. കഞ്ചിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായ നഗരം. ഇവിടെ ദിവസവും നൂറുകണക്കിന് കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്നത് വലിയ രീതിയിലുള്ള മലിന വായുവാണ്. എന്നാൽ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന IIT ക്യാമ്പസിൽ മനോഹരമായൊരു കാഴ്ചയുണ്ട്. 40 സെന്റ് ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന മിയാവാക്കി വനം. രണ്ടായിരത്തി 20 ക്യാമ്പസിനകത്ത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭൂമിയിൽ 1200 തൈകൾ നട്ട് മിയാവാക്കി വനം സൃഷ്ടിച്ചത്. ഇപ്പോൾ പക്ഷികളുടെയും ജന്തുജീവജാലങ്ങളുടെയും ഇഷ്ടകേന്ദ്രമാണ് ഇവിടം. മന്ദാരം, കണിക്കൊന്ന, ഉങ്ങ്, മുള, ലക്ഷ്മിതരു തുടങ്ങി നമ്മുടെ നാടിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ 33 ഇനം മരങ്ങളാണ് വനത്തിൽ ഉള്ളത്. ഓരോ മരത്തിലും തൂക്കിയിട്ടിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ പ്ലാന്റിനെ കുറിച്ച് വിശദമായി അറിയാം. IIT ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയം കൂടിയാണ് ഈ വനം. എത്ര കാർബൺ വനം ആഗിരണം ചെയ്യുന്നുണ്ട് എന്നതുൾപ്പെടെ വിദ്യാർത്ഥികൾ പരിശോധിക്കുന്നുണ്ട്. 2021 തൊട്ടിട്ടാണ് ഈ ഒരു ഏരിയനെ നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഇനീഷ്യലി അതിന് വേണ്ടിയിട്ടുള്ള ടാഗിങ്ങും ഞങ്ങൾ ഈച്ച് ട്രീ ഒരു 1200 ട്രീസ് ഉണ്ട്, 33 സ്പീഷീസ്. അപ്പോൾ ആ എല്ലാ ട്രീസിനെയും ടാഗ് ചെയ്തു, ഈ അലുമിനിയം ഫാബ്രിക് ബോർഡ് വിത്ത് QR കോഡ്. എന്നിട്ട് അത് ടാഗ് ചെയ്തിട്ട് എല്ലാ ട്രീസിൻ്റെയും നമ്മൾ ഹൈറ്റും വിഡ്ത്തും എടുക്കും. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ മിയാവാക്കി വനങ്ങൾ ഒരു നല്ല മാതൃകയാണ്. ഓരോ കമ്പനികളോ അല്ലെങ്കിൽ കമ്പനികളുടെ കൂട്ടായ്മകളോ പ്രകൃതി സംരക്ഷണത്തിന് മുന്നിട്ട് ഇറങ്ങണമെന്ന് മാത്രം. വ്യാവസായിക വളർച്ച നാടിന് അനിവാര്യമാണ്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ വരുമ്പോൾ IIT മാതൃകയിലുള്ള മിയാവാക്കികൾ പ്രകൃതിക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.